ലൈലത്തുൽ ഖദറിന് അന്ന് നമ്മൾ പതിവാക്കേണ്ട കുറച്ച് സൂറത്തുകളും ദിക്റുകളൊക്കെ ഉണ്ട്. ഒന്നാമത് എന്നുള്ളത് കൂടുതലായിട്ട് നിസ്കരിക്കാൻ കഴിയാത്തവരാണെങ്കിൽ രാത്രിയിൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ആയത്തുകളും സൂറത്തുകളും ദിക്റുകളും പതിവാക്കുക. രണ്ടാമതായിട്ട് ആയത്തുൽ കുർസി ഓതുക. ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി ആണെന്ന് വരെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മൂന്നാമതായിട്ട് ആമന റസൂലിൽ പാരായണം ചെയ്യുക. നാലാമതായിട്ട് ഖുർആൻ ഇറക്കിയതിനെ കുറിച്ച് പരാമർശിക്കപ്പെടുന്ന ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് 7 തവണ പാരായണം ചെയ്യുക. അഞ്ചാമതായിട്ട് 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക. ആറാമതായിട്ട് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്നുകൊണ്ട് തുടങ്ങുന്ന സൂറത്തെ 2 തവണയെങ്കിലും പാരായണം ചെയ്യുക സാധിക്കുന്നു. അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതുക. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതിയാൽ ഖുർആൻ മുഴുവനായിട്ട് ഓതിയ കൂലിയാണെന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് സമയമല്ലേ ആവശ്യമുള്ളൂ.